ഹായ്, എല്ലാവരും എന്തെടുക്കുന്നു? സുഖമായിട്ടിരിക്കുന്നു അല്ലെ? അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ തംബ്നെയിലിൽ കണ്ട പോലെ എന്തുകൊണ്ട് അവധിക്കാലം 1 മണിക്കൂർ വീതം പഠിക്കാൻ വേണ്ടി ചെലവഴിക്കണം എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും അതേ അവധിക്കാലം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പല പല വീടുകളിൽ പോകണം, പല സ്ഥലങ്ങൾ കാണണം, കൂട്ടുകാരൊക്കെ ആയിട്ട് കളിക്കണം, അങ്ങനെ പല തിരക്കുകളിലായിരിക്കും കുട്ടികളെല്ലാരും അല്ലെ. പക്ഷെ നമ്മൾ എന്ത് ചെയ്യാം, 1 മണിക്കൂർ വീതം നമുക്ക് പഠിക്കാനായിട്ട് മാറ്റിവെക്കാം. റെഡിയാണോ? എന്തുകൊണ്ട് പഠിക്കാനായി മാറ്റിവെക്കണം? ഈ 1 മണിക്കൂർ വീതം നിങ്ങൾ ഡെയിലി പഠിക്കാനായി മാറ്റിവെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തെല്ലാം ഗുണങ്ങൾ ഉണ്ടാവും? നമുക്ക് ചർച്ച ചെയ്യാം. ആദ്യത്തെ ഗുണം എന്ന് പറയുന്നത് നിങ്ങൾക്ക് അടിസ്ഥാനം ഉറപ്പിക്കാൻ പറ്റുമെന്നുള്ളതാണ്. നമ്മൾ പല കുട്ടികളെയും കാണാം അല്ലെ, എല്ലാ ക്ലാസ്സിലും കാണും, നന്നായിട്ട് എഴുത്തും വായനയും അറിയാത്ത കുട്ടികൾ പലരും കാണും. അപ്പൊ ഈ അടിസ്ഥാനം പഠിക്കാനായിട്ട് നമ്മൾ ഈ ഏപ്രിൽ മെയ് മാസം മാറ്റി വെച്ചാല് പുതിയൊരു ക്ലാസ്സിലേക്ക് ചെല്ലുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഫിയർ ഇല്ല. നിങ്ങൾ നല്ല ഫ്രീ മൈൻഡോടുകൂടി നിങ്ങൾക്ക് എഴുത്തും വായനയും ഒക്കെ അറിഞ്ഞ് മിടുക്കരായിട്ട് ക്ലാസ്സിലേക്ക് കയറാനായിട്ട് പറ്റും. നമ്മൾ പല കുട്ടികളെയും പഠിപ്പിക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നല്ല മിടുക്കന്മാരും മിടുക്കികളും ഒക്കെയാണ് അവർ. അവർക്ക് അടിസ്ഥാനമില്ലാത്തത് കാരണം അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ക്ലാസ്സിൽ മുന്നിലേക്ക് വരാനായിട്ട് പറ്റണില്ല. അത് അവർക്കുള്ളിൽ ഒരു പേടിയായിട്ടാണ് എപ്പോഴും നിലനിൽക്കുക അല്ലെ. കറക്റ്റായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പൊ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളും കറക്റ്റായിട്ട് എഴുത്തും വായന അറിയത്തില്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങളുടെ ഉള്ളിൽ എപ്പോഴും എന്തുണ്ടായിരിക്കും, ഒരു പേടിയായിരിക്കും ഉണ്ടായിരിക്കുക അല്ലെ. ഞാൻ വായിച്ചാൽ ശരിയാവത്തില്ല, ഞാൻ എഴുതിയാൽ ശരിയാവത്തില്ല. കണക്ക് എല്ലാവർക്കും ഭയങ്കര പേടിയുള്ള ഒരാളാണ് കണക്ക് അല്ലെ. എങ്ങനെ നമുക്ക് കണക്കിന് ഈസി ആയിട്ട് പഠിക്കാം? അതിന് കുറച്ച് അടിസ്ഥാന കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട്. ഈസി ആയിട്ട് കണക്ക് ഗുണിക്കാനും ഹരിക്കാനും ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. അതെല്ലാം നമുക്ക് ഈ അവധിക്കാല ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇംഗ്ലീഷ്, മലയാളം മീഡിയത്തിൽ പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചോളം ഇംഗ്ലീഷ് ഒരു പേടി സ്വപ്നമാണ്. ആ ഇംഗ്ലീഷിനെ നമുക്ക് ഉറ്റ ചെങ്ങാതിയാക്കി മാറ്റിയാലോ? വരൂ, ഈ 2 മാസത്തെ അവധിക്കാല ക്ലാസ്സിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യൂ. എന്റെ കുട്ടികളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, അവരെല്ലാം വന്നത് വളരെ മിടുക്കരായ കുട്ടികളായല്ല എന്റെ ക്ലാസ്സിലേക്ക് വന്നത്. ഒരു ആവറേജ്, ബിലോ ആവറേജ് കുട്ടികളായിരുന്നു. അപ്പൊ ജസ്റ്റ് എങ്ങനെയെങ്കിലും ഒന്ന് ജയിച്ചു കിട്ടിയാൽ മതി, എല്ലാ വിഷയങ്ങൾക്കും ഒന്ന് ജയിച്ചു കിട്ടിയാൽ മതി എന്നായിരുന്നു പേരൻസ് പലരും എന്നോട് പറഞ്ഞിരുന്നത്. പക്ഷെ ഞാൻ അവരെ ജസ്റ്റ് ജയിപ്പിക്കുക മാത്രമല്ല കേട്ടോ ചെയ്തേ, അവരിന്ന് ക്ലാസ്സിൽ 1ാം സ്ഥാനത്ത് തന്നെയാണ് നിലനിൽക്കുന്നത്. നമ്മുടെ ക്ലാസ്സിലെ ഏറ്റവും കൂടുതൽ കുട്ടികളും ക്ലാസ് ഫസ്റ്റ് ആയിട്ട് നിലനിൽക്കുന്ന കുട്ടികളാണ്. അപ്പൊ നിങ്ങളും റെഡിയല്ലേ അടുത്ത ക്ലാസ് ഫസ്റ്റ് ആവാൻ? കം ജോയിൻ വിത്ത് അസ്. പാഠപുസ്തക ക്ലാസ്സുകൾ മാത്രമല്ല നിങ്ങൾക്ക് നമ്മൾ പ്രദാനം ചെയ്യുന്നത്. നിങ്ങളുടെ കഴിവ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഓരോ കുട്ടികളും ഓരോ മേഖലയിലായിരിക്കും കഴിവുണ്ടായിരിക്കുക. അപ്പൊ ആ കഴിവിനെ വികസിപ്പിക്കുന്ന രീതിയിലുള്ള പഠന പ്രവർത്തനങ്ങൾ നമ്മുടെ ക്ലാസ്സിൽ ഡെയിലി ഉണ്ടായിരിക്കും. കൂടാതെ നിങ്ങൾക്ക് ആവശ്യമായ മോട്ടിവേഷൻ ക്ലാസ്സസും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. 10-15 വർഷമായി ഞാൻ കുട്ടികളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നു. എന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല നിമിഷങ്ങൾ എപ്പോഴും ഉണ്ടായിട്ടുള്ളത് എന്റെ കുട്ടികളുടെ ഒപ്പമാണ്. വളരെ മിടുക്കന്മാരും മിടുക്കികളുമായിട്ടുള്ള കുട്ടികളാണ് എന്റെ കുട്ടികൾ. പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത്, എന്റെ കുട്ടികള് എന്റെ അടുക്കെ എപ്പോഴും ഒരു സംശയം ഓപ്പണായി ചോദിക്കാൻ മടിയില്ലാത്തതാണ്. അത് ശരിക്കും ഞാൻ അവരിൽ ഉണ്ടാക്കിയെടുത്തൊരു വിശ്വാസം കൊണ്ടാണ്. അവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ, അവരെ പഠിപ്പിക്കുമ്പോഴും എല്ലായ്പ്പോഴും ഞാൻ അവരുടെ കൂടെ ഒരു ഫ്രണ്ട് ആയിട്ടാണ് ഉണ്ടാവുക. സ്ട്രിക്റ്റ് ആവേണ്ട അടുത്ത് സ്ട്രിക്റ്റ് ആവുക തന്നെ ചെയ്യും കേട്ടോ, അതൊരിക്കലും ഇല്ല എന്നല്ല. പക്ഷെ എന്താണ്, അവർക്ക് നമ്മളോട് ഒരു പേടിയില്ലാതെ ഒരു സംശയം ചോദിക്കണം അല്ലെ. മിക്ക കുട്ടികൾക്കും എന്താണ്, അവർക്ക് മനസ്സിലായി കാണില്ല ചിലപ്പോ, പക്ഷെ എന്താണ്, അവർക്ക് ചോദിക്കാനുള്ളൊരു പേടി ഉണ്ടായിരിക്കും. ആ പേടി മാറ്റിയെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം. അപ്പൊ പേടി മാറ്റിയെടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം, അവരുമായിട്ട് കൂടുതൽ ഇന്ററാക്ട് ചെയ്യണം. ആ ഒരു ഇന്ററാക്ഷൻ ഞാൻ നന്നായിട്ട് കീപ്പ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് എന്താണ്, സംശയം ചോദിക്കാനുള്ള പേടി മാറി വരാറുണ്ട്. അപ്പൊ ഈസിലി അവർക്ക് എന്നോട് ചോദ്യം ചോദിക്കാം. അവർ ആ ചോദ്യങ്ങൾ ക്ലാരിറ്റിയോടെ നല്ല ക്ലിയർ ആയിട്ട് മാറ്റി കൊടുക്കുമ്പോഴാണ് അവർക്ക് കുറച്ചുകൂടെ ഈസി, എനിക്ക് മനസ്സിലാവും, എനിക്കിത് ചെയ്യാൻ പറ്റുമെന്നൊരു കോൺഫിഡൻസ് അവർക്കുണ്ടാകുന്നു. അപ്പൊ അടിസ്ഥാനമില്ലാത്ത ഏതൊരു കുഞ്ഞിനും ആദ്യം വേണ്ടത് ആ പേടി മാറ്റി അവർക്കൊന്ന് ഫ്രീ ആയിട്ട് അവരുടെ സംശയങ്ങൾ ചോദിച്ച്, അവര് ഒട്ടും പിന്നോട്ടുള്ള കുട്ടികളല്ല, മുന്നോട്ട് വരാൻ കഴിവുള്ള കുട്ടികളാണ്. അവരുടെ കഴിവിനെ തിരിച്ചറിയാൻ ഒരു അവസരമാക്കി നമുക്ക് ഈ അവധിക്കാല ക്ലാസ്സിനെ മാറ്റിയെടുക്കാം. അപ്പോൾ ഇപ്പോൾ തന്നെ ഈ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നമുക്ക് ഏപ്രിൽ 1 ആരംഭിക്കുന്ന അവധിക്കാല ക്ലാസ്സിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യാം. കൂടുതൽ മിടുക്കന്മാരും മിടുക്കികളുമായിട്ട് പുതിയൊരു ക്ലാസ്സിലേക്ക് കയറാം. എല്ലാ തരത്തിലുള്ള ആശംസകളും നേർന്നുകൊണ്ട്
എന്റെ എല്ലാ മക്കളെയും ഞാൻ എന്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു.